ഹായ്, എസ് പി ഉള്ളിലാണ്. ഒരു വിഷയത്തിൽ കൂടെ ഒരു പ്രതികരണമാണ്. നമ്മുടെ ഒരു പുതിയ നന്മമരം DGP കൂടി നമ്മുടെ നാട്ടിലേക്ക് അങ്ങ് സംഘപരിവാറുകാർ കുറ്റിയിൽ കയറഴിച്ച് ഇറക്കി വിടുകയാണ്. തൃശ്ശൂരിൽ സിനിമയിലെ ഒരു ആക്ഷൻ ഹീറോയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഐത്തവും കണ്ട് മടുത്തിരിക്കുന്ന നമ്മളുടെ മുന്നിലേക്കാണ് പുതിയൊരു നന്മമരമായിട്ട് DGP ശ്രീലേഖ മേഡത്തെ അല്ലെങ്കിൽ അംഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു ദൃശ്യം കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വീണ്ടും പറയണമെന്ന് തോന്നിയത്. ഒരു അംഗത്തെ മനോഭാവം എന്ന് പറഞ്ഞാൽ ആ ദൃശ്യം കണ്ടപ്പോൾ സ്വന്തമായിട്ട് ഈ കളസമെങ്കിലും എടുത്തിടുമെന്നുള്ള സംശയം തോന്നുകയാണ്. കാര്യം DGP ആയിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഒരു പേന എഴുതാൻ വേണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പോലും പോലീസുകാർ വേണം. അതും പോരാഞ്ഞിട്ട് പോലീസിലെ ഈ പറയുന്ന കോൺസ്റ്റബിൾ PSC പരീക്ഷ എഴുതി കയറുന്നവരാണ്. അവരോട് നമുക്ക് മതിപ്പോ അവരോട് ബഹുമാനമോ ആദരവോ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരീക്ഷ എഴുതിയിട്ട് വന്നവരെ കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുമോ? ചില ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം. നിങ്ങൾ ഈ സംഘപരിവാറുകാർ ഇതുപോലുള്ള പലതിനെയും കുറ്റിയിൽ നിന്ന് കയറഴിച്ച് സമൂഹത്തിലേക്ക് വിടും. കാര്യം പിന്നീട് നിങ്ങൾ സഹിച്ചോളണം. ഞങ്ങൾ IPS ആണ്, IAS ആണ്, അല്ലെങ്കിൽ മറ്റേ ആക്ഷൻ ഹീറോ ബിജു ആണ്, ഭരത്ചന്ദ്രൻ IPS ആണെന്നുള്ള നിലയ്ക്കൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചവരുടെ കെടുതികൾ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കണ്ടു കാണും. ഒരു അപേക്ഷ കൊണ്ട് ചെല്ലുമ്പോൾ ഇത് എൻ്റെ അടുത്തല്ല, മറ്റേ പ്രസിഡന്റിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കൂ, സാനിറ്റൈസർ ഒരു പാവപ്പെട്ടവർ വന്ന് കൈ തൊട്ടാൽ ഉടനടി സാനിറ്റൈസർ അടിച്ച് കൈ കഴുകുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടു. പക്ഷേ ഈ സവർണ കുലത്തിൽപ്പെട്ട ഏറെയെങ്കിലും കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് മണം വലിച്ചെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാനിറ്റൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ തൊട്ടാൽ ഉടനടി അതിൽ ഒരു ഐത്തം അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനോഭാവം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സുരേഷ് ഗോപി ശാസ്ത്രമംഗലത്ത് വിജയിച്ച് വന്നാൽ കാണാൻ പോകുന്നത്? നിങ്ങൾ മുൻകാലങ്ങളിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കാണുമ്പോഴായിരിക്കണമല്ലോ ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത്. ഈ ദൃശ്യം ഒന്ന് കണ്ടേ. വഴുതക്കാട് ഈശ്വരവിലാസം റോഡിലാണ് ADGPയുടെ പുതിയ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ രാപ്പകൽ ഭേദമില്ലാതെ പോലീസ് വാഹനങ്ങളും പോലീസുകാരെ ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു. നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ വിഷൻ വാർത്താ സംഘം അവിടെ എത്തിയത്. R. ശ്രീലേഖയുടെ വീടിന് മുന്നിൽ ആദ്യ ദിവസം ഞങ്ങൾ കണ്ട ദൃശ്യങ്ങൾ ഇതാണ്. മറ്റൊരു ദിവസം ADGPയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നത് പോലീസ് വകുപ്പിന്റെ തന്നെ പിക്കപ്പ് വാനിൽ. തൊട്ടു പിന്നാലെ ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ പേരിലുള്ള സ്വിഫ്റ്റ് ഡിസയറിൽ വീട്ടുമുറ്റത്ത് വളർത്താനുള്ള അലങ്കാര പുല്ല് കൊണ്ടുവന്നു. ചുമട്ടുകാരായി പോലീസുകാരും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും. നായ്ക്കുട്ടിയെ AC കാലിരുത്തി ഷോപ്പിംഗ് നടത്തിയ വാർത്തയുടെ അലയൊലികൾ അടങ്ങും മുമ്പെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അധികാരദൂർത്തിന്റെ കൂടുതൽ തെളിവുകൾ ഇന്ത്യ വിഷൻ ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനിടെ അടിമപ്പണി ചെയ്യുന്ന പോലീസുകാർ ഞങ്ങളുടെ വാർത്താ സംഘത്തിന് നേരെ അശ്ലീല അംഗവിക്ഷേപം കാട്ടി. പ്രക്ഷേപണ യോഗ്യമല്ലാത്തതിനാൽ അത് തൽക്കാലം പുറത്തുവിടുന്നില്ല. നിയമങ്ങളെല്ലാം അനുസരിക്കാനുള്ള ബാധ്യത സാധാരണ ജനങ്ങൾക്ക് മാത്രമാണെന്ന അധികാരഹുങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ ദുർവ്യയം ഭരണ നേതൃത്വവും കണ്ടില്ലെന്ന് നടിക്കുന്നു. കണ്ടല്ലോ, വീട് കഴുകാൻ പോലീസ്. എന്തിനേറെ പറയുന്നു, ആ ഷർട്ടിലെ ബെൽറ്റ് വരെ പിടിച്ചു കെട്ടുകൊടുക്കാൻ പോലീസ് വേണം. ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് പരിചാരകരെ വെച്ച് ജീവിച്ച മനുഷ്യർ ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗപ്പെട്ട മനുഷ്യരെ സഹായിക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ? IPSകാരാണ്, IASകാരാണ്, അഴിമതിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ സഹപ്രവർത്തകർ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ അടിമയെ പോലെ കണ്ട ഒരു സ്ത്രീക്കൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റും? ഇല്ല. അവർക്ക് ഈ സർക്കാർ ഫണ്ടുകൾ എത്തിക്കണം, ഇതുപോലെ സിനിമാറ്റിക് രീതിയിലൊക്കെ ആൾക്കാരെ തട്ടിപ്പ് നടത്തണമെന്നതിനപ്പുറം ഈ ഒരു രീതിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കൊണ്ട് എങ്ങനെയാണ് ഒരു നാട് അനുഭവിക്കുന്ന അവസ്ഥയെന്ന് നിങ്ങൾ കാണുന്നതാണ്. പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ല. സുരേഷ് ഗോപിയെക്കുറിച്ച് അന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരാളാണ് ഞാൻ. അന്നത്തെ കാലഘട്ടത്തിൽ സുരേഷ് ഗോപിയെ മത്സരിക്കാൻ അവതരിപ്പിച്ചപ്പോൾ ഈ പറയുന്ന സ്റ്റാർഡോ ഒക്കെ വെച്ചിട്ട് ചെയ്തപ്പോൾ ഇതെല്ലാം തട്ടിപ്പാണ്, ഇതെല്ലാം കൃത്രിമമാണെന്ന് പറഞ്ഞവർ, അന്ന് വിമർശിച്ചവർ പിന്നീട് അത് തിരുത്തി പറയുന്നത് ഇതേ ചെവി കൊണ്ട് കേട്ടതാണ്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ ആൾക്കാർക്ക് മുന്നിൽ ഒരു അലർട്ടായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. വ്യക്തിയെ കണ്ട് എല്ലാവർക്കും ഒരേപോലെ തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാവരും സിനിമാറ്റിക് സ്റ്റൈലുകളിൽ കാണും പോലെ IPS IAS എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറും കെടുതികളാണ്. സാധാരണക്കാരായ മനുഷ്യരോട് മനുഷ്യത്വമോ അല്ലെങ്കിൽ അവർക്കൊരിക്കലും സാധാരണക്കാരൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി ശേഷി ഉണ്ടാകില്ല. നിങ്ങൾ കയറി ചെല്ലുമ്പോൾ പലപ്പോഴും ഈ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറയുന്ന പോലെ IPSകാരുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാനായിട്ട് പറ്റത്തില്ലാത്തൊരവസരം വരും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാതിരി കെടുതികളെയൊന്നും അവരെ എടുത്ത് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെടുത്ത് സംഘപരിവാറുകാർ ഈ സവർണ കുടുംബത്തിൽപ്പെട്ടവരെയൊക്കെ ഈ നാട്ടിലെ ഇപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാൻ വേണ്ടി ഓടിച്ചെല്ലാൻ മനസ്സുള്ളവരായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. ആ
പദവികളിലേക്കൊക്കെ വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ മനസ്സില്ലാത്തവരാണ്, ഇന്ന് വരെ അതൊന്നും ചെയ്യാത്തവരാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് നോക്കിയ സ്വയം സേവകർ മാത്രമാണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഒരു പക്ഷേ ഇവരുടെ മാസായിട്ടുള്ള ഏതെങ്കിലും പ്രചരണത്തിൽ വീണു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളുകളിൽ അനുഭവിക്കുക അല്ലാതെ മറ്റൊരു തരം ഉണ്ടാകില്ല. 5 വർഷം ഒരു കെടുതിയെ പേറേണ്ടി വരും. ആ ഒരു സ്ത്രീക്കൊന്നും ഒരിക്കലും രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലോ വരാനുള്ള ഒരു യോഗ്യതയില്ല അവരുടെ പ്രവൃത്തി കൊണ്ട്. ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി, ദിലീപിനെ പോലെ സ്ത്രീയെ പീഡിപ്പിച്ച ഒരു സവർണനായതുകൊണ്ട് അവർക്ക് ന്യായീകരിക്കുകയും എന്നാൽ വേടന് കൊടുക്കാത്ത ആ സപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ശാസ്തമംഗലം പോലെ VIP അല്ലെങ്കിൽ ജാതി നോക്കിയൊക്കെ ആളെ ഇറക്കി അവിടെ വിജയിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥ രാഷ്ട്രീയമല്ല. അവർക്ക് ചില വ്യക്തികളെ അവർ വലിയ സംഭവമാണെന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയത്തെ ഈ കോർപ്പറേറ്റ് മാതൃകയിൽ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിന് വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ തന്നെ സ്വന്തം കുഴി തോണ്ടുന്നു എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളെ ആ ദൃശ്യത്തിലൂടെ കാട്ടിത്തന്നത്. സ്വന്തമായിട്ട് ഒരു ചെരുപ്പിൻ്റെ വാറഴിച്ച് കെട്ടാൻ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്ത ഇമാതിരി സ്ത്രീകളൊക്കെ, അതായത് മുതലാളിത്ത മനോഭാവത്തിലിരിക്കുന്ന സ്ത്രീകൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്തായിരിക്കും. വരും കാലങ്ങളിൽ അനുഭവിക്കുക എന്നതിനപ്പുറം നിങ്ങൾക്ക് മറ്റൊരു ചോയ്സ് ഉണ്ടാകില്ല എന്നുള്ള ഒരു വലിയ അലർട്ട് ഇതിലൂടെ തരികയാണ്.